ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതുപോലെയുള്ള ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോകൾ നല്ല ക്ലാരിറ്റിയോടുകൂടിയും ഒരു സ്മൂത്ത്നെസ്സോടുകൂടിയും എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് രണ്ട് ആപ്പാണ് ആവശ്യം. ഒന്ന് ലൈറ്റ് റൂം ആൻഡ് പിന്നെ നമ്മുടെ സ്വന്തം രമണി. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മോഡൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് നമ്മൾ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ ഷെയർ ചെയ്ത് രമണിയിൽ ഇത് ഓപ്പൺ ചെയ്യണം. രമണി കൊടുക്കുക. അതിനുശേഷം റിമിനി എന്നാണ് പേര്, നമ്മൾ പിന്നെ രമണി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. എൻഹാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലോഡായി ഒരു ആഡൊക്കെ കാണിക്കും. അതിനുശേഷം ഇങ്ങനെ വരും, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ് കാണിക്കും. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്ലാരിറ്റി ഉള്ളത്, അത് പിക്സലൊക്കെ കൂട്ടി പക്ഷെ ഒരു കാർട്ടൂണിക് ലുക്കായിരിക്കും ആ ഫോട്ടോ കാണാൻ. അത് നമ്മൾ ലൈറ്റ് റൂമിലിട്ട് പിന്നീട് എഡിറ്റ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ഫോട്ടോ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു നോക്കാൻ പോകുന്നത്. സേവ് ചെയ്യുക. മുകളിൽ സേവിൻ്റെ ബട്ടൺ കാണും. സേവ് ചെയ്ത് സേവ് ടു ഗാലറി അടിച്ച ശേഷം നേരെ നമ്മൾ ലൈറ്റ് റൂമിലേക്ക് പോകുക. ലൈറ്റ് റൂമിൽ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ കുറേ അപ്ഡേറ്റ് ഒക്കെ ചോദിക്കുക, കുഴപ്പമില്ല. അതിനുശേഷം ലൈറ്റ് റൂമിൽ കുറേ ഓപ്ഷൻ കാണും താഴെ. അതിനായിട്ട് നേരെ വരുമ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷാർപ്പനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അത് ശകലം ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്ന ശേഷം നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയിലെ ആ നോയ്സ് എല്ലാം മാറി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നേരെ താഴേക്ക് പോകുമ്പോൾ കളർ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതും കൂടി ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഫോട്ടോ നല്ലൊരു സ്മൂത്ത് എഫക്റ്റ് കിട്ടി കാണും. അതിനുശേഷം സ്മൂത്ത്നെസ്സും അതിൻ്റെ താഴെ തന്നെ ഉണ്ട്, അതും ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ഫോട്ടോ നല്ല അടിപൊളി സ്മൂത്തായി മാറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിസെറ്റോ വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വേണമെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ എഫക്ട്സിൽ പോയിട്ട് കുറച്ച് സാച്ചുറേഷൻ അതുപോലെ വൈബ്രൻസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ചുമ്മാ രസം, അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആവും, അത്രേ ഉള്ളൂ. ഒന്ന് സ്മൂത്ത് ആക്കുക. അത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് സേവ് വേണേൽ ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് എഫക്ട്സും കളർ ഗ്രേഡും ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ. കളർ ഗ്രേഡ് ചെയ്യാൻ ഇവിടെ കളേഴ്സിനകത്ത് വന്നിട്ട് ടോപ്പ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് എന്ന് വെച്ചാൽ ആ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ആ കളറ് അവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പം എൻ്റെ ഒരു ഓറഞ്ച് പോലെ ഒരു കളറാണ്, അതുകൊണ്ട് ഓറഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലൂമിനൻസും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതിനുശേഷം പ്രൊഫൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽസിലേക്ക് വന്നതിന് ശേഷം പ്രൊഫൈൽസ് ഇതുപോലെ ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട്, ഫിൽറ്റേഴ്സ് പോലെ തന്നെ. അതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഒരുപാട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, പല കളറിലുള്ളതുണ്ട്. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പം ഇതാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ആസ് കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പം കണ്ടു നോക്കുക ബിഫോർ ആൻഡ് ആഫ്റ്റർ എത്രത്തോളം സ്മൂത്ത് ആയിട്ടുണ്ടെന്ന് നോക്കുക. ഫോട്ടോ എങ്ങനെ ഇരുന്ന ഫോട്ടോ ആണ്, അതിൻ്റെ പിക്സൽ നോക്കുക ഇപ്പം സൂം ചെയ്യുമ്പോൾ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.